നേരത്തെ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഫീലൊന്നുമില്ല. ഒരു പുതിയ സിനിമ കണ്ട ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പിക്ചർ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? പഴയ മമ്മൂക്കയെ തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അതാ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ കണ്ടതിന്റെ ആ ഒരു ഫീലല്ല ഇപ്പൊ ഇറങ്ങിയ ഒരു പുതിയ പടം കണ്ടു. സൗണ്ട് ക്വാളിറ്റി ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഒരു 36 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോ എന്താണ് ഒരു അത്ഭുതമായിരുന്നു ഈ സിനിമ. അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റുമോ ഈ സിനിമ? ഇല്ല, ടിവിയിലാണ് കാണുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ കണ്ടപ്പോഴും ആ ഒരു അത്ഭുതം കൂടി കിട്ടിയുള്ളൂ. എന്തായിരുന്നാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അതില് നമ്മുടെ പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ പഴയ, അതെയാ, അതൊക്കെ ഇച്ചിരി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. സൂപ്പർ. ഒന്നും പറയില്ല, അടിപൊളി. പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എല്ലാം നന്നായിരുന്നു. സൗണ്ടൊക്കെ എല്ലാം നന്നായിരുന്നു. പിന്നെന്താണ്, ആ ക്ലാസിക് പടമല്ലേ, അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫീലിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ല ടി വി തന്നെ? തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, തീരെ കുഞ്ഞിലെയാണ്, എനിക്ക് അതൊരു ഓർമ്മയില്ല. എവിടെ നിന്ന് കണ്ടതായാലും ഓർമ്മ ഉണ്ടോ? അല്ല ഓർമ്മയില്ല. 4K ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ല സൗണ്ടും എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പായിട്ട്? അല്ല നേരത്തെ കണ്ടില്ല, ആദ്യം കൊണ്ടാണ്. ഒരുപാട് താരങ്ങൾ അവരെയൊക്കെ കണ്ടവരെ നല്ല അപ്പനെല്ലാം ഇന്നിപ്പോ എടുക്കുന്ന കണക്കായിരുന്നു. ഇതിൽ കണ്ടാണല്ലോ, ടിവിയിലെ സിനിമ കണ്ടാണല്ലോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൗണ്ട് ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. പിക്ചർ ക്വാളിറ്റിയും കൊള്ളാം. കാരണം ഇതുവരെ ഞാൻ കണ്ട റീ റിലീസുകൾ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അവനാഴി, സ്ഫടികം, അവയൊക്കെക്കാളും ബെറ്ററാണ് ഇൻ ടേംസ് ഓഫ് സൗണ്ട് ആൻഡ് പിക്ചർ. അവനാഴി കണ്ടു, അതത്ര പോരാ, അതിന്റെ സൗണ്ട് പിക്ചർ അത്ര പോരായിരുന്നു. പക്ഷെ ഇത് കൊള്ളാം. ഇതുവരെ റീമാസ്റ്റർ ചെയ്ത് വന്നിട്ട് സ്ഫടികമാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ബെറ്ററാ, സ്ഫടികത്തിനാളും വളരെ ബെറ്ററാണ്. സൗണ്ട് വളരെ നന്നായിട്ടുണ്ട്. നമുക്കിവിടെ കുറെ പടം റിലീസ് ചെയ്തിട്ട് വലിയ രീതിയിലൊന്നും ഇറച്ചുന്നില്ല. ഈ ഒരു പടം ഇത് കാണണം, എന്തായാലും എല്ലാവരും കാണേണ്ടതാണ്. കാരണം ഇതൊരു എപ്പിക് മൂവിയാണല്ലോ. ആ എപ്പിക് മൂവി ഇത്രയും അവർ എഫേർട്ട് എടുത്ത് റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ ജനറേഷൻ സപ്പോർട്ട് ചെയ്യണം ഈ മൂവിയെ. 89 കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് കാണുന്നത്. അന്ന് കൃപ തിയേറ്ററിൽ കണ്ടതാണ്. ശക്തി തിയേറ്റർ അന്ന് അന്ന് ശക്തിയായിരുന്നു. പക്ഷെ ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ. ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ പോലെ എടുത്തു. ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? തിയേറ്റർ ക്വാളിറ്റി ഒക്കെ അടിപൊളി, നല്ല 4K നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെല്ലാം അറിയാന്നുള്ളതല്ലേ. ഡോൾബിയുടെ ആ ഒരു സോങ്സ് എല്ലാം നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയതുപോലെ എനിക്ക് എക്സ്പീരിയൻസ്. പിന്നെ കുഴപ്പമില്ല, പടം നമ്മൾ എക്സ്പെക്ടേഷൻ വേറെ വരുന്നുള്ളൂ. പുതിയൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി തോന്നുന്നു. പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു ഫോക്കസ് ബ്ലർ ആവുന്നുണ്ടോ? ചെറുതായിട്ട്, എല്ലാ സമയത്തും ചെറുതായിട്ട് ഇടയ്ക്ക് വേറെ കുഴപ്പമില്ല.